വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തിലെ. കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിലെ ഒരു ചർച്ചാ വിഷയമാണ് സിലു ടോക്സിലെ സൽഹയുടെ സെപ്പറേഷൻ. അവർ സെപ്പറേറ്റഡ് ആണ് എന്നുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒത്തിരി റിയാക്ഷൻ ചാനലുകൾ അവരെക്കുറിച്ചുള്ള കണ്ടന്റ് ഇടുന്നുണ്ട് അല്ലേ. അതിൽ കുറേ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരുമായ കുറേ ചാനലുകളിലെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ കണ്ടതിൽ നിന്ന് എനിക്ക് പറയണം, തുടക്കം മുതലേ സിലുവിന്റെ ഒരു ഫോളോവർ, സൽഹയുടെ ഒരു ഫോളോവർ എന്ന നിലയിൽ എനിക്ക് അവരെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പല റിയാക്ഷൻ വീഡിയോസിലും അവർ പറയുന്നത് അവർ സെപ്പറേറ്റഡ് ആണ് എന്നുള്ള വീഡിയോ ഇട്ടതുകൊണ്ട് അവരുടെ ഫാമിലി പ്രോബ്ലംസ് സമൂഹത്തിന്റെ മുന്നിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുത്തു. അത് അവർ ചെയ്ത വലിയൊരു തെറ്റാണ്. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവരുടെ ഫോളോവേഴ്സ് അവരുടെ ഓരോ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്ത് പറ്റി, നിങ്ങളുടെ വീട് മാറാൻ കാരണം എന്താണ്, നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്കിടയിലുള്ള പ്രോബ്ലം എന്താണെന്നൊന്നും അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ റിയാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞത് മോശമായി പോയി. അവരുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി എല്ലാവർക്കും അറിയാം. അവരുടെ കാര്യങ്ങൾ അവര് ഇടുന്നുണ്ട്. പക്ഷെ അവർക്കിടയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഇടുന്നില്ല എന്നുള്ളെങ്കിലും ഇല്ല എന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അവരുടെ ഫോളോവേഴ്സിനോട് അവർ സെപ്പറേറ്റഡ് ആണ് എന്ന് അറിയിച്ചതിൽ വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് കൊണ്ട് ആ ചോദ്യം അവസാനിപ്പിക്കാൻ വേണ്ടിയാവും അവർ സെപ്പറേറ്റഡ് ആണ് എന്ന് അവർ പറഞ്ഞത്. കാരണം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ സെപ്പറേറ്റഡ് ആയി അത് സമൂഹത്തിന് മുന്നിൽ അറിയിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതത്ര വലിയ തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവർക്കിടയിലെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് ഓപ്പൺ ആയിട്ട് ആരോടും പറയുന്നുമില്ല. പല റിയാക്ഷൻ വീഡിയോയുടെ കമന്റ് ബോക്സിലും വായിക്കാൻ നല്ല രസമുള്ള കുറേ കമന്റുകൾ വരുന്നുണ്ട്. കാരണം അതിൽ സൽഹയെ കുറിച്ച് ഭയങ്കര അഹങ്കാരിയാണ്, യൂട്യൂബിൽ നിന്ന് പണം വരുന്നത് കൊണ്ട് അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ വേണ്ടാതായി, ഹസ്ബൻഡിന് ഭംഗി പോരാതായി, അതുകൊണ്ട് ധാരാളം പണമുണ്ടല്ലോ അതുകൊണ്ട് ഹസ്ബൻഡിനെ വേണ്ടാതായി, അങ്ങനെയുള്ള കുറേ മെസ്സേജുകൾ ഞാൻ വായിച്ചു കേട്ടോ. അതിൽ കുറേ ചിരിക്കാനുള്ള കുറേ കമന്റ്സ് ഉണ്ട്. അതിൽ ചില ആളുകളുടെ കമന്റ് ഉണ്ട്, ഇക്ക വളരെ പാവമാണ്, ഇക്കാന്റെ ഭാഗത്ത് തെറ്റുണ്ടാവാൻ സാധ്യതയില്ല, കാരണം സൽഹയാണ് പ്രോബ്ലം, സ്ത്രീയാണ് പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരുടെ ഈ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പല പെൺകുട്ടികളുടെയും ആത്മഹത്യക്ക് ശേഷം നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, അവർക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരോട് പറഞ്ഞൂടെ, അല്ലെ ആരെങ്കിലും ഒരാളോട് പറഞ്ഞിട്ട് ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരാമായിരുന്നില്ലേ എന്ന് പറയാറില്ലേ. പക്ഷെ ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ നമ്മളെ വീട്ടുകാരോടോ സമൂഹത്തോടോ പറയുമ്പോൾ അവിടെ തെറ്റുകാരാവുന്നത് പലപ്പോഴും സ്ത്രീകളായിരിക്കും. പുരുഷന്മാരുടെ ഭാഗത്ത് മാക്സിമം പുരുഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹമാണ് അല്ലേ. സ്ത്രീകൾ അവര് സഹിച്ച് സഹനത്തിന്റെ ഒടുവിൽ അവരൊരു തീരുമാനം എടുക്കുമ്പോൾ ആ സ്ത്രീയുടെ കുറ്റമായിട്ടാണ് പലരും കാണുകയുള്ളൂ. അതില് ഞാൻ ചിന്തിച്ചതും പറഞ്ഞതുമായ കാര്യം വളരെ ശരിയാണെന്ന് ഈ സൽഹയുടെ ഈ പ്രോബ്ലം വന്നപ്പോൾ എനിക്ക് തോന്നിയത്, അവരുടെ കമന്റ് ബോക്സിലായാലും ഈ റിയാക്ട് ചെയ്യുന്ന ആളുകളായാലും മൊത്തം അവരെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നുണ്ട്. അവർ ഈ വീഡിയോ ഇട്ടത് മോശമായിട്ടും, അതേപോലെ സ്വന്തമായിട്ട് ഏണിങ്സ് ഉള്ള സ്ത്രീ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീ, പുറത്തു പോകുന്ന സ്ത്രീ, അവർ സ്വന്തം കാലിൽ നിന്ന് അവരുടെ ഹസ്ബൻഡിനെ വേണ്ടാതാവും, അവർ ഇത്തരം തീരുമാനങ്ങളിലേക്ക് എത്തുമെന്നൊക്കെയാണ് പലരുടെയും അഭിപ്രായം. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഒരിക്കലും ഒരു സ്ത്രീ സ്വയം പര്യാപ്തയായി അവൾക്ക് ഏണിങ്സ് ഉണ്ട് എന്ന് കരുതി ഹസ്ബൻഡിനെ വേണ്ടാന്നൊന്നും ആരും വെക്കില്ല. കാരണം ഒരു ഫാമിലി ലൈഫിന് അതിൻ്റെതായ ഒരു സെക്യൂരിറ്റി, അതിൻ്റെതായ സന്തോഷമൊക്കെ ഉണ്ട് അല്ലേ. ആരും പണം മാത്രം പോരല്ലോ, ഒരാൾക്ക് ജീവിക്കാൻ പണം മാത്രം പോരാ, അവർക്ക് ഫാമിലി വേണം, പല ഘടകങ്ങളും വേണം. അപ്പം ആ ഫാമിലിയോട്, കുട്ടികളോടും ഹസ്ബൻഡിനോടും ഒക്കെ ഒത്തു ജീവിക്കുന്ന ഒരു ലൈഫ് എല്ലാ സ്ത്രീകളും എൻജോയ് ചെയ്യുക തന്നെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ എന്നിട്ടും പണം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി പിടിച്ചു നിന്ന് സഹിച്ച്
കഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ലൈഫിൽ നിന്ന് ഇറങ്ങി പോരാൻ ചിലപ്പോൾ പണം കയ്യിലുണ്ട് എന്നുള്ള ധൈര്യം, എനിക്ക് എൻ്റെ മക്കളെ വളർത്താം, എനിക്ക് ഡീസൻ്റ് ആയിട്ട് ജീവിക്കാം എന്നുള്ള ഒരു ധൈര്യം ചിലപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാവും. അല്ലാതെ ഇത് പണം ഉണ്ടായത് കൊണ്ട് മാത്രം ഹസ്ബൻഡിനെ ഒരാൾ വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാനും ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല, ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം ഒന്നിൽ കൂടുതൽ ഒരു കുട്ടി തന്നെ ആയാൽ തന്നെയും ആ കുട്ടിയുടെ ഭാവി ഓർത്ത് കുട്ടിക്ക് ബാപ്പ ഇല്ലാതാക്കാനൊന്നും ഒരു സ്ത്രീ സാധാരണ ഒരു സ്ത്രീ ശ്രമിക്കില്ല. പക്ഷെ ഇവരുടെ കമന്റ് ബോക്സിൽ വന്ന കൂടുതൽ കമന്റുകളിലും ഇക്ക പാവമാണ്, അവര് പാവമാണ് എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, എന്നെ കാണുന്ന നിങ്ങളോട് എനിക്കുള്ള ഒരു ചോദ്യമാണ്. കാരണം ഒരു ഫാമിലി ലൈഫിൽ ഒരാൾ പാവമാണ് എന്നുള്ളത് കൊണ്ട് അവർക്കിടയിൽ പ്രോബ്ലംസ് ഇല്ല എന്നും പറയാൻ പറ്റുമോ? ഒരു ദാമ്പത്യത്തിന്റെ പ്രധാന ഘടകം പാവമായിരിക്കുക എന്നല്ലല്ലോ. നമ്മൾ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് വരുന്ന ഭാര്യ, അവരിൽ ഉണ്ടാവുന്ന മക്കള്, അവരെ ഡീസൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഫാമിലിയുടേതായ. അത് മാത്രമല്ല, ബാപ്പയോടും ഉമ്മയോടും സഹോദരങ്ങളോടും ഭാര്യയോടും മക്കളോടും എല്ലാം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അല്ലെ. അപ്പോൾ ഒരു പുരുഷൻ, സ്ത്രീകൾക്കുമുണ്ട് പുരുഷനുമുണ്ട്. അതേപോലെ തന്നെ ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർ വ്യക്തമായി ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം, എനിക്ക് വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാര്യയെ ഭംഗിയായിട്ട് എന്നാൽ കൊണ്ട് കഴിയുന്നത് പോലെ ഭാര്യയെ സന്തോഷമായി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ മക്കളാവും, തീർച്ചയായും വിവാഹം കഴിഞ്ഞാൽ മക്കളുണ്ടാവും. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി, അവർക്ക് വേണ്ട ചെലവുകൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ എനിക്ക് പറ്റുമോ? അതിനുള്ള മാനസികവും ശാരീരികവുമായി ഞാൻ തയ്യാറാണോ എന്ന് ആലോചിച്ചിട്ട് അതിന് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷൻ വിവാഹത്തിലേക്ക് പോവാവൂ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഒരു പാവം ആവുക എന്നുള്ളത് കൊണ്ട് ഒരു ഫാമിലി ലൈഫ് ഭയങ്കര സന്തോഷമായിരിക്കണം, ഭയങ്കര സക്സസ്ഫുൾ ആവണം എന്നൊന്നുമില്ല. ഒരിക്കലും പാവമായിരിക്കരുത് എന്നുള്ള, ഒരു ഫാമിലി ലൈഫിനുള്ളിൽ പാവമാവുകയല്ല വേണ്ടത്. അത് ആ ഫാമിലിയെ മാനേജ് ചെയ്യാനും ഭാര്യയും മക്കളെയും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു കാപ്പബിലിറ്റി അവർക്കുണ്ടായിരിക്കണം, ഒരു കപ്പാസിറ്റി അവർക്കുണ്ടായിരിക്കണം. ഇല്ലാതെ വിവാഹത്തിലേക്ക് പോവരുത്. അതേപോലെ ചില കമന്റുകളുണ്ട്, കുടുംബത്തിലെ നാഥൻ എപ്പോഴും പവർ ആർക്ക് പുരുഷനായിരിക്കണം. അതിലൊരു ഫാമിലിയിൽ രണ്ട് എന്താ പറയാ ഭരണകർത്താക്കളുണ്ടെങ്കിൽ ആ ഫാമിലി ചിന്ന ഭിന്നമായി പോകും. ഒരു ഭരണകർത്താവെ ആവശ്യമുള്ളൂ. അതും ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഫാമിലി ഭരണമല്ല, പരസ്പരമുള്ള സ്നേഹം, എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ഞാനാണ് വലിയ ആള് എന്ന് ഭാര്യയോ, അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ എല്ലാ കാര്യം തീരുമാനിക്കുന്നതെന്ന് ഭർത്താവോ, ഞാനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഭാര്യയോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവർ പരസ്പരം സന്തോഷമായാലും ദുഃഖമായാലും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് പരസ്പര ഇഷ്ടങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് യഥാർത്ഥത്തിൽ നല്ല ഫാമിലി. ഇപ്പം ഭർത്താവ് ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഭാര്യയോട് ഒരു അഭിപ്രായം ചോദിക്കുക, ഇത് ഇന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഓക്കെ ആണോ, നിനക്കും കൂടെ ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ ആണ്, രണ്ടുപേർക്ക് സന്തോഷം. അതേപോലെ വൈഫ് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് അഭിപ്രായം ചോദിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണ്, ഓക്കെ. അല്ലാതെ ഞാനാണ് ഈ വീട്ടിന്റെ നാഥൻ, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതൊരു ആ ഫാമിലിയിൽ ഒരു തരത്തിലും ഒരു സന്തോഷവും ഉണ്ടാവില്ല. അതേപോലെ ചില ആളുകൾ ചില മെസ്സേജുകൾ കാണുന്നുണ്ട്, അവർക്ക് വലിയ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ആ ഭർത്താവിന് ഓടിയെത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് വേണ്ടാന്ന് വെക്കുന്നത്. പക്ഷെ അവരുടെ ചാനലിൽ ഞാൻ ഫസ്റ്റ് മുതലേ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അവർ ആഗ്രഹിക്കുന്നത് അവർ നേടുന്നുണ്ട്. അവര് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ടാലും അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവരുടെ പല വീഡിയോകളിലും കാണുന്നുണ്ട് അവർക്ക് പുറത്തു പോയി എൻജോയ് ചെയ്യാനുള്ള ഒരു ഫാമിലി സിറ്റുവേഷൻ അല്ല. പല കാര്യങ്ങളും അവർ എല്ലാം ഓപ്പൺ ആയിട്ടൊന്നും അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, അവർ പറയുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഫാമിലിക്കുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. കാരണം മുന്നോട്ട് ഈ ഫാമിലി ഒത്തൊരുമിച്ച് പോകണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ മറച്ചു വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് അവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാനും അത് മുന്നോട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാവും അവർ പല കാര്യങ്ങളും പറയാതെ പറയും. പക്ഷെ സഹിച്ച് ചില സമയങ്ങളിൽ നമുക്ക് പറഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ടാകും. അവർക്ക് ഈ സമൂഹവുമായി പുറത്തൊരാളുമായി കോണ്ടാക്ട് ചെയ്യുക വഴി അവരുടെ വീഡിയോ ആണ്, അവരുടെ
ഫോളോവേഴ്സ് ആണ്. അപ്പൊ അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളോട് പറയും. പക്ഷെ അത് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റില്ല. ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് നെഗറ്റീവായിട്ട് വരും, അത് തങ്ങളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവർ ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും, അവരുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് അവരുടെ ലൈഫ് എന്താണെന്ന് ഏകദേശം മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ തന്നെ കഷ്ടപ്പെട്ട് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുകയാണ്. പക്ഷെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ ഭാഗ്യം തന്നെയാണ് അവരെ. പക്ഷെ എനിക്ക് തോന്നുന്നത് സഹിച്ച് സഹനത്തിന്റെ അവസാനം അവർ എടുത്തൊരു തീരുമാനമാണ് ഇതില്ലേ. കാരണം പല വീഡിയോസിലും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന് അവരുടെ ഹസ്ബൻഡിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരാളാണ്. മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും അവരൊറ്റക്കാണ്. ഈ 5 മക്കൾ, 1-2 മക്കളെയും വളർത്ത 5 മക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതൊരു സ്ത്രീ ഒറ്റക്ക് ആ റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോയി. സപ്പോർട്ടായിട്ട് ആളുണ്ടാവും, പക്ഷെ മെയിനായിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവരാണ് ഏറ്റെടുക്കുന്നത് പോലെ അവരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ദുരന്തം ഒരു സ്ത്രീയെ സംബന്ധിച്ച് വരാനില്ല. അത് വലിയ ഹൈഫൈ ലൈഫ് വേണമെന്നൊന്നുമില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ചെറിയ വീടായാലും ശരി, ഭക്ഷണം എന്തായാലും, ഡ്രസ്സ് എന്തായാലും, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഹസ്ബൻഡ് ഉണ്ടാവുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ അവരെല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് ഭർത്താവിന്റെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കൊരു അസുഖം വന്ന് അവർ കിടപ്പിലായി കഴിഞ്ഞാൽ ആര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും? അത് ചിന്തിക്കുന്നുണ്ടോ? അവരിപ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ അവര് ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ആവുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു ഭർത്താവായാൽ എന്തെങ്കിലും കാര്യം നടക്കുമോ? ഒരാളെ ഭാര്യനെ തന്നെ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഭർത്താവാകുമ്പോൾ എന്ത് വിശ്വാസമാണ് അവർക്കുണ്ടാകുക? അവരുടെ ലൈഫ് ഒരു സേഫ്റ്റി ഇല്ലാത്തതുപോലെ തീർച്ചയായും അവർക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു പണം മാത്രം ഉണ്ടായാൽ പോരല്ലോ, അതും അവര് ഏൺ ചെയ്യുന്ന പണമാണ്. അവർക്ക് ഏൺ ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ ഈ ഹസ്ബൻഡ് എന്നെയും മക്കളെയും നല്ല രീതിയിൽ നോക്കുമെന്നുള്ള ഉറപ്പ് ഇല്ലാത്തൊരു സ്ത്രീ, ഓക്കെ, പിന്നെയും മക്കളെ ചിന്തിച്ചിട്ടൊക്കെ അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഞാൻ ഇതന്നെ എനിക്ക് എനിക്ക് മനസ്സിലായതിൽ നിന്ന് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഇതൊന്ന് ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാവാം. അപ്പോൾ തീർച്ചയായും അവർക്ക് മക്കളെ ഓർത്തിട്ടൊക്കെ അവര് പല പല മെസ്സേജും കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും മെന്റലി ഫിസിക്കലി അവർ നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത്രയും കുട്ടികൾ ഉണ്ടായി എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത്, ഒരു ഫാമിലി ലൈഫിലേക്ക് നമ്മൾ പോകുമ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് കുറെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് മാക്സിമം എല്ലാവരും ശ്രമിക്കുക അല്ലെ. അതിൻ്റെ ഇടയിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. പക്ഷെ എന്നും അടിയും പ്രോബ്ലംസും ആവണമെന്നില്ല. ചില അവരുടെ ലൈഫിൽ അവർക്ക് തീരെ ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പം കുറെ അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു രക്ഷയുമില്ല എന്നുള്ള ഒരു സഹിച്ച് അവസാനം എടുക്കുന്ന ഒരു തീരുമാനമാവും, അതിന് വേണ്ട, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. മാത്രമല്ല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തതിന് പകരം തൻ്റെ കാര്യങ്ങൾ പോലും ഭാര്യയുടെ മേലിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കുട്ടികളുടെ ഉത്തരവാദിത്തം കൂടാതെ ഭർത്താവിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ലൈഫിലേക്ക് പോയി പെട്ടു, അപ്പൊ ഇത്രയും കുട്ടികൾ എൻ്റെ ഉത്തരവാദിത്തമാണ്, അതോടൊപ്പം ഈ ഹസ്ബൻഡിനെയും ഞാൻ മുന്നോട്ട് കൊണ്ട് നടക്കണമല്ലോ എന്നുള്ള ചിന്ത. അപ്പോൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ മക്കളെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ നോക്കട്ടെ, അതെങ്കിലും ഫ്രീ ആയല്ലോ, അതെങ്കിലും ഒരു ഭാരം ഒഴിവായല്ലോ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മക്കളെ പ്രസവിക്കുക, അവരെ വളർത്തുക എന്നൊക്കെ വലിയ ടാസ്ക്കാണ്. അത് പറയുന്നതിന്റെ അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ചില ആണുങ്ങൾ റിയാക്ഷൻ വീഡിയോയിലെല്ലാം ഇരുന്ന് പറയുന്നത് പോലെ ഒന്നുമില്ല, നല്ല ടാസ്ക് തന്നെയാണ്. ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക, ഗർഭം ധരിക്കുക, പ്രസവിക്കുക, വളർത്തുക, വളരെ വലിയ ടാസ്ക്കാണ്. അത് ആണുങ്ങൾ ഫുൾ ടൈം അതുപോലെ ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പൊ ആ ബുദ്ധിമുട്ടുകളുടെ കൂടെ ആ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏണിങ്സും കൂടെ ഒരു സ്ത്രീ തന്നെ ഉണ്ടാക്കണം. ഇത്രയും കുട്ടികളെ വളർത്തണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, അവർക്കുള്ള ചെലവിനുള്ള പൈസ ഉണ്ടാക്കണം, അവരെ പഠിപ്പിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. അതേപോലെ ഭർത്താവിന്റെ കാര്യങ്ങളും ആ സ്ത്രീ തന്നെ നോക്കണം എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭാരം തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു നിമിഷം, പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് മറ്റൊരു ഭാഗത്തുനിന്ന് ഇതൊക്കെ
അവർ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സാമ്പത്തിക ബാധ്യത ഭാര്യയുടെ മേൽ വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഏതൊരു ഭാര്യയും ചിന്തിക്കാന്ന എനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഈ ലൈഫിൽ നിന്ന് കിട്ടുന്നില്ല, എല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ലൈഫ് മക്കൾക്ക് വേണ്ടിയാവും ഇതുവരെ അഡ്ജസ്റ്റ് ചെയ്തത്, ഇനി എനിക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാവും അവർ തീരുമാനം എടുത്തതെന്നാണ് എനിക്ക് അവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അവരുടെ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം സ്ത്രീകൾക്ക് നല്ല പ്രായത്തിൽ അവർക്ക് അധ്വാനിക്കാൻ ഇതാക്കുന്നു. ഏജ് കൂടുന്നതോറും അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ റെസ്പോൺസിബിലിറ്റി ഹസ്ബൻഡ് തന്നെ ചെയ്യണം. അത് ചെറുത രീതിയിലായാലും വലിയ രീതിയിലായാലും. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് ചില ആളുകൾ പറയുന്നുണ്ട് ഇവരുടെ ഭയങ്കര സന്തോഷത്തിൽ ഇപ്പം പെട്ടെന്ന് എന്ത് പറ്റി, പണം കൂടിയപ്പോൾ അവർക്ക് അതൊന്നുമല്ല. അവരുടെ ആദ്യം മുതലേ അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഹസ്ബൻഡ് ആണെന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇപ്പോൾ അവരുടെ ഹസ്ബൻഡ് പുതിയൊരു ചാനൽ തുടങ്ങി, അതിൽ അവർ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ ഇത് അവർക്ക് നേരത്തെ അവര് ഒന്നിച്ച് ജീവിക്കുന്ന സമയത്തെ സിലുവിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇതേപോലെ കാര്യങ്ങൾ അയാൾ ഏറ്റെടുത്ത് മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഭാരം കുറഞ്ഞേനെ, കുറച്ചുകൂടെ റിലാക്സ് ആയേനെ. അതേപോലെ മക്കളുടെ ഇഷ്ടങ്ങളും ഭാര്യയുടെ ഇഷ്ടങ്ങളും കുറച്ചെങ്കിലും കേൾക്കാനും അത് സാധിപ്പിച്ചു കൊടുക്കാനും സാധിക്കുമായിരുന്നില്ലേ. പക്ഷെ അത് ആ സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയ സമയത്ത് മുന്നോട്ട് പോകണമെങ്കിൽ വരുമാന മാർഗം വേണം, അല്ലെങ്കിൽ ഇത് ചെയ്താൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ ഇപ്പൊ ആള് സംസാരിക്കുന്ന മുമ്പ് ആള് വീഡിയോയുടെ മുന്നിൽ വരാൻ ഇന്നത് ഇഷ്ടമല്ല, സംസാരിക്കാൻ കൂട്ടാക്കുന്നത്. ഇപ്പൊ ആള് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ സാഹചര്യങ്ങൾ, അപ്പൊ അതെന്തുകൊണ്ടാണ് ഇപ്പൊ ആൾക്ക് സാഹചര്യം വന്നു, ഇത് ചെയ്തേ പറ്റൂ, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ സംസാരിക്കണം, സ്മാർട്ട് ആവണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. മുമ്പ് അതല്ല, ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, എൻ്റെ ഭാര്യ എല്ലാം ചെയ്യും, എൻ്റെ മക്കളെ ഭാര്യ നന്നായിട്ട് നോക്കും, അവര് അതിനുള്ള ഏണിങ്സ് ഉണ്ടാക്കിക്കോളും, എന്തൊക്കെ ഞാൻ എന്ത് പ്രോബ്ലം ഉണ്ടാക്കിയാലും അത് ആ പ്രോബ്ലം ഭാര്യ സോൾവ് ചെയ്തോളും, ഞാൻ ഇങ്ങനെ ഇരുന്നാ മതി എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാവും അയാൾ അത്. പക്ഷെ ഇപ്പൊ ആ ഒരു താങ്ങില്ല, ആ ഭാര്യ എന്നുള്ള ഒരു താങ്ങ് വിട്ടപ്പോൾ ആൾ സ്മാർട്ട് ആവാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ സ്മാർട്ട് ആ ഭാര്യയും മക്കളും കൂടെ ഉള്ളപ്പോൾ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഫാമിലി എത്ര ഭംഗിയായി എത്ര സന്തോഷത്തിൽ പോയേനെ. അപ്പോൾ പുരുഷന്മാർ എപ്പോഴും ഫാമിലി കൂടെ ഉള്ളപ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക തന്നെ വേണം. അല്ലാതെ ഈ പറയുന്ന പോലെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറേ ആളുകൾ വേണ്ടാത്ത മെസ്സേജ് ഇടുന്നുണ്ട്. പണം വന്നപ്പോൾ ആളെ വേണ്ടാതായി, സൗന്ദര്യം പോരാതായിട്ട്. അപ്പൊ ആ സൗന്ദര്യം വെച്ച് തന്നെയല്ല അവർ ഇത്രയും കാലം അവരുടെ കൂടെ ജീവിച്ചത്. പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ 5 കുട്ടികളെയും കൊണ്ട് ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റൊരു സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം, അത്ര സന്തോഷമുള്ള കാര്യവുമല്ല. അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. മനസ്സിന് സമാധാനം സന്തോഷത്തോടെ ഒന്നും ആവില്ല അവർ ആ തീരുമാനം എടുത്തത്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് അവർ തീരുമാനമെടുത്തതാവും. പക്ഷെ നമ്മൾ അവരെ സപ്പോർട്ട്, അവരുടെ ലൈഫിൽ അവർ തീരുമാനമെടുത്തു, അത് അവർ പബ്ലിക് ആക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ പേഴ്സണൽ ഇഷ്ടം. പക്ഷെ അതിൽ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കുത്തി ഇരുന്ന് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അതിന്റെ ആവശ്യവുമില്ല. നമ്മൾ അവരെ കൂടുതൽ മനസ്സ് തളർത്തി കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടികളെ നോക്കേണ്ടതല്ലേ, അവരെ വെറുതെ വിടുന്നതല്ലേ നല്ലത്.